Hi, Namaste. Welcome back. Welcome back to my channel, Vinchina. സെൻസെക്സിൽ നമ്മുടെ സോഫ്റ്റ്വെയർ മിനിറ്റ് വൈസ് ചാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മൊമെൻറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെൻസെക്സ് നോക്കിയാണ് മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ 2 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മിനിറ്റ് വൈസിലൊരു ചെറിയ ബൈറ്റഡ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കൺഫർമേഷൻ ജസ്റ്റ് വരാൻ തുടങ്ങിയ സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് പോയി. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ടിലൂടെ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് എടുക്കാം. അപ്പോൾ മോർണിംഗിൽ 11 മണിക്ക് മുമ്പ് ഈസിയായിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ എടുക്കാം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. അഥവാ നമ്മളൊരു സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത്. അപ്പോൾ മിനിറ്റ് വൈസ് ചാർട്ട് നമുക്ക് റിസ്ക്കിയാണ്, പക്ഷേ മോർണിംഗ് ലെവലിൽ നമുക്ക് ആക്യുറേറ്റ് ആയ സിഗ്നൽസ് ആയിരിക്കും. അത് ആക്യുറേറ്റ് സിഗ്നൽസ് കണ്ടുപിടിക്കാനായിട്ട് സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് സ്ട്രോങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ട്രേഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ട്രേഡും ഇപ്പോൾ ഇന്നലെയൊക്കെ ക്ലോസിങ്, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 8th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. ഇന്ന് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് മോർണിംഗിൽ തന്നെ കൺഫേംഡ് ആയി നമ്മൾ സപ്പോർട്ടും പെട്ടെന്ന് തന്നെ നല്ല സ്ട്രോങ് സപ്പോർട്ടായിരുന്നു ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. അവിടെ നമുക്ക് ഈസിയായിട്ട് ട്രേഡ് എടുക്കാൻ അവിടെ നിന്ന് 2 പ്രാവശ്യം മാർക്കറ്റ്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ് അവർക്ക് അടുത്ത ട്രേഡ് ഇവിടുന്ന് റിട്രേസ്മെന്റ് ചെയ്ത് പിന്നെ ഇറങ്ങുമ്പോഴും സോഫ്റ്റ്വെയർ തന്നിരുന്നു. അവിടുന്ന് ഒരു ബൈ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തിരിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ താഴെ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡ് തന്നെയായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൈ വന്നിരുന്നു. ഇടയ്ക്ക് ബൈ വന്ന് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല. കൺഫർമേഷൻ വന്ന് നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നെക്സ്റ്റ് ക്യാനിൽ നമുക്ക് അവിടെ ബ്ലൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ കളർ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് വിടാം. അത് സൈഡ് വേ ഇൻഡിഫിക്കേഷൻ ആയിട്ട് നമുക്ക് അവിടെ ട്രേഡ് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. എപ്പോഴും നമുക്ക് ടൈം ഫ്രെയിം വെക്കേണ്ട 5 minutes ആണ്. പക്ഷേ മോർണിംഗിൽ ഒരുപാട് സമയമില്ല, പെട്ടെന്ന് പ്രോഫിറ്റ് വേണം, പെട്ടെന്ന് ട്രേഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ് വൈസ് വെക്കാം. മിനിറ്റ് വൈസിൽ പെട്ടെന്ന് സിഗ്നൽ വരും. അപ്പോൾ ആക്യുറേറ്റ് സിഗ്നൽ കണ്ടുപിടിക്കാൻ ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് സാധിക്കും. അതിൽ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് കിട്ടും. അപ്പോൾ ഈ അലേർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ്, ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്നത്. 10:33 അതിൻ്റെ ട്രേഡ്, നമുക്ക് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് വന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കൺഫേംഡ് ആണ്, കൺഫർമേഷനും ഉണ്ട്. ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴ്ത്തിറങ്ങും, അവിടെ നമുക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ എൻട്രി കൊടുക്കേണ്ട ഇതിൻ്റെ ടാർഗറ്റ് 1st, 2nd, 3rd അങ്ങനെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ വന്നാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് മുമ്പ് വന്ന സെല്ല് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയ ശേഷം നമുക്ക് ആ കൺഫർമേഷനും ബ്രേക്കും വന്ന് ഈ ഒരു ക്യാൻഡിലാണ്. കാരണം ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് റിട്രേസ്മെൻറ്റ് അവിടെ നിന്ന് പോയി. അവിടുന്ന് പോയതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് അവിടുന്ന് ബ്രേക്ക് ചെയ്തിറങ്ങി. അപ്പോൾ അത് എടുക്കാത്തവർക്ക് അടുത്ത ബ്രേക്ക് പിന്നെ ഇവിടുന്ന് കിട്ടിയിരുന്നു. അത് 3ാമത്തെ ബ്രേക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ ഇറങ്ങി. അപ്പോൾ ഇത് ധൈര്യമായിട്ട് നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാം. കാരണം താഴെ റെഡാസ് ചെയ്ത് ധൈര്യമായിട്ട് ഇത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.